നമ്മളെല്ലാവരും യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിപ്പെടാനല്ലേ ശ്രമിക്കാറ്. അപ്പോൾ അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ നോക്കുന്നവർക്ക് പുതിയൊരു വ്ളോഗായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ഇഷ്ടം പോലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടാതെ അവിടെ ഒരുപാട് നാട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന தன்னந்தனி காட்டுக்குள்ள ஜோடி நாம கூட்டுக்குள்ள தன்னந்தனி காட்டுக்குள்ள ஜோடி நாம கூட்டுக்குள்ள மழை செஞ்ச ஜாலம் சில நினைச்ச தன்னந்தனி காட்டுக்குள்ள ஜோடி நாம கூட்டுக்குள்ள துணைக்கு இருக்க கிட்டவா ஏண்டி துணிஞ்சு வந்து ஒன்று தாயேண்டி வேணா வேணா கிட்ட வர வேணா ஏனா ஏனா எட்டி போக வேணா அச்சோ வந்து தடுக்க மிச்சம் என்ன வைக்க தன்னந்தனி காட்டுக்குள்ள ஜோடி நாம கூட்டுக்குள்ள நந்தவானம் நனைஞ்சு போச்சு இந்த மானம் கரைஞ்சு போச்சு நந்தவானம் நனைஞ்சு போச்சு இந்த மானம் கரைஞ்சு போச்சு தொட்டு விட்டா என்ன தப்பு சொல்லு மைனா என் மைனா போனா துள்ளி போனா தன்னந்தனி காட்டுக்குள்ள ஜோடி நாம கூட்டுக்குள்ள தகதிமிதகதா தன்னந்தனி காட்டுக்குள்ள ஜோடி நாம கூட்டுக்குள்ள மாமனிவ பக்கத்துல மயிலிவ வெக்கத்துல மாமனிவ பக்கத்துல மயிலிவ வெக்கத்துல சூடேத்து பார்வை இதமான பார்வை அம்மம்மா ஓய் அம்மம்மா ஐயம்மா யம்மா ஓய் அம்மம்மா தன்னந்தனி காட்டுக்குள்ள ஜோ
അടുത്തതായിട്ട് ഒരു ജീപ്പ് സഫാരിയാണ്. ജീപ്പ് സഫാരി എന്ന് പറയുന്നത് പൂണ്ടി ലേക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതൊരു ഓഫ് റോഡ് ടെറൈനാണ്. ഇനിയിപ്പോൾ നമ്മൾക്കൊരു സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ തന്നെ ഒരു ഓഫ് റോഡ് വണ്ടി ആണെങ്കിൽ കൂടെ എടുക്കാൻ നിൽക്കണ്ട. കാരണം അതൊരു പ്രൈവറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ സ്വന്തം വണ്ടി എടുക്കുമ്പോൾ ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വരും, നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ നേരിടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1500 രൂപ കൊടുത്ത് ആ ഒരു റിസ്ക് ഒഴിവാക്കാനാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. സത്യം പറയാണ്ടല്ലോ, ജീപ്പ് വന്ന് ഇറങ്ങിയ ഉടനെ നമ്മൾ ഈ ഒരു വ്യൂ കാണുമ്പോൾ ഞെട്ടിപ്പോവും. അത്ര നല്ലൊരു ഗംഭീര വ്യൂ ആണ് നമുക്കിവിടെ സമ്മാനിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് ഓഫ് റോഡൊക്കെ കയറി ഉള്ളിലേക്ക് വരിക. കാരണം വന്നാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു അനുഭവം കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഈ പോളൂർ അല്ലെങ്കിൽ പൂണ്ടി എന്ന് പറഞ്ഞ ഈ ഗ്രാമത്തിൽ ഇഷ്ടം പോലെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇതുപോലെ ഉള്ളേരിയയിലേക്ക് പോകാനുള്ളതും ആരും പോയിട്ടില്ലാത്തൊക്കെ വഴികൾ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും കണ്ടുപിടിച്ച് പോവുക, എക്സ്പ്ലോർ ചെയ്യുക, എന്നിട്ട് നല്ല അനുഭവങ്ങൾ നമുക്ക് കിട്ടുക. അതാണ് വേണ്ടത് ശരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ജീപ്പിൽ അവർ കൊണ്ടുപോകുന്നത് ഇവിടെ തന്നെ ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു മലയുടെ മുകളിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അവിടെ നിന്നാൽ നമുക്ക് ആ ഒരു ക്ലാവര അല്ലെങ്കിൽ പോളൂർ, പിന്നെ പൂണ്ടി വില്ലേജ്, മന്നവന്നൂർ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളുടെയും ഗ്രാമം നമുക്ക് ഇവിടെ തന്നെ ഒറ്റ സ്ഥലത്ത് തന്നെ വന്നാൽ കാണാൻ പറ്റുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ കാണുന്ന ഗ്രാമങ്ങളുടെ ഏറ്റവും പുറകിലായിട്ട് കാണുന്ന മല നമ്മുടെ കേരളത്തിൻ്റെ ബോർഡറാണ്. അപ്പോൾ ഈ പറഞ്ഞ 2 സ്ഥലത്തേക്കാണ് നമ്മൾ 1500 രൂപ കൊടുത്ത് ജീപ്പ് സഫാരി ചൂസ് ചെയ്യുമ്പോൾ അവർ കൊണ്ടെത്തിക്കുന്ന ഡെസ്റ്റിനേഷൻ. ഇനി ഇത് കൂടാതെ ഇതുപോലത്തെ പല പല സ്ഥലങ്ങൾ ഇവിടുത്തെ കാണണമെന്നുണ്ടെങ്കിൽ എമൗണ്ട് കുറച്ച് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ നമ്മളങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലത്തെ ജീപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ പോയ ജീപ്പ് സഫാരിയുടെ ആളുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഒട്ടും അറിയാത്തവർക്കുള്ളൊരു ഇൻഫോർമേഷനായിട്ട് ഈ വീഡിയോനെ കണക്കാക്കുക, അത്ര ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. കൊടൈക്കനാലിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ കൂടെ ഇത് അറിയാത്തവർക്ക് ഇതൊരു വേറൊരു അനുഭവം തരുന്നൊരു റൂട്ടാണ്.